നമ്മുടെ ആശങ്കകൾ പലതാണ്. ആദ്യം ഒരു കപ്പലപകടം ഉണ്ടാകുന്നു, അതിനുശേഷം വീണ്ടും 2 ആഴ്ചക്കുള്ളിൽ അടുത്ത കപ്പലപകടം ഉണ്ടാകുന്നു. കഴിഞ്ഞ മുന്നാഴ്ചകളിൽ ഉണ്ടായതിനേക്കാൾ തോത് കൂടിയതും അല്ലെങ്കിൽ കൂടുതൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകുന്നെന്ന് പുറമേ നിന്ന് മനസ്സിലാക്കുന്നതുമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ബേപ്പൂർ തീരത്തുണ്ടായിരിക്കുന്ന ഈ സാഹചര്യം എന്നാണ് പൊതുസമൂഹത്തിന് മനസ്സിലാകുന്നത്. ശരിക്കും ഇതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം എത്രത്തോളമാണ് ഉള്ളത്? തീർച്ചയായിട്ടും ഈ രണ്ടാമത്തെ, അതായത് ഇപ്പോ ബേപ്പൂരിൽ നടക്കുന്നത് തികച്ചും ഒരു നമുക്ക് ആശങ്ക ഉളവാക്കുന്നത് തന്നെയാണ്. എന്ന് വെച്ചാൽ അവരുടെ പാക്കിംഗ് ലിസ്റ്റ്, കണ്ടെയ്നർ പാക്കിംഗ് ലിസ്റ്റ് പ്രകാരം ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് അതിൻ്റെ അകത്തുണ്ട്, ഹൈലി ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഗസ് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ രാത്രി ആ കത്തുന്നതിന്റെ നേച്ചർ കണ്ടപ്പോൾ ഞാൻ വീട്ടിൽ വെറുതെ ചുമ്മാ പറഞ്ഞാണ്, ഇറ്റ് ഈസ് ലൈക്ലി ഡിഫിക്കൽട്ട് ആണ് ഇത് കണ്ടെയ്നർ ഈ ഫയർ കണ്ടെയ്ൻ ചെയ്യാനായിട്ട്. ബേസിക്കലി അതിന്റെ ഇന്റൻസിറ്റി കൂടുന്നതല്ലാതെ കുറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് നോക്കിയപ്പോഴും സെയിം ഇഷ്യൂ ആണ്, അത് കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്തുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കണ്ടെയ്നേഴ്സ് താഴേക്ക് വീണിട്ടുണ്ട് ഓൾറെഡി. അതിനുള്ള സ്റ്റോപ്പ് ചെയ്യാൻ അദ്ദേഹം യാത്രയിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിലേക്ക് നമ്മൾ മടങ്ങിയെത്താം. അദ്ദേഹത്തിൻ്റെ കണക്ടിവിറ്റിയിൽ പ്രശ്നമുണ്ട്. ഇപ്പോഴും ഈ കപ്പൽ കത്തുന്ന സാഹചര്യമാണ് ഉള്ളത്. അത് വലിയ രീതിയിലുള്ള, നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്, വലിയ രീതിയിലുള്ള കറുത്ത പുക അന്തരീക്ഷത്തിലേക്ക് പടരുന്ന സാഹചര്യം. അതുപോലെ തന്നെ കണ്ടെയ്നറുകൾ പലതും കടലിലേക്ക് പതിക്കുന്ന സാഹചര്യമൊക്കെയാണ് ഉള്ളത്. നമുക്ക് അദ്ദേഹത്തിലേക്ക് വീണ്ടും തിരികെ എത്തുകയാണ്. ഡോക്ടർ മുഹമ്മദ് ഖത്ത, താങ്കൾ പറഞ്ഞു വന്ന പോലെ നമ്മൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമാണെന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു താങ്കൾ. ഇത് എത്തരത്തിലാണ് നമ്മളിൽ, അതായത് ഒരു സാധാരണ ജനങ്ങളിലേക്ക് ഈ ആശങ്ക എത്തുന്നത്? അതായത് ഇത് വായു മലിനീകരണം എന്ന രീതിയിൽ അല്ലെങ്കിൽ ജലമലിനീകരണം, ഇത്തരത്തിൽ ഏത് രീതിയിലുള്ള തോതിലാണ് നമ്മളിലേക്ക് ഇത് എത്തുക? അത് താങ്കൾ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്? വളരെ വളരെ റെലവന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇത് ഇപ്പൊ ഓഫ് ഷോർ ഒരു 80 നോട്ടിക്കൽ മൈൽസ് എന്ന് പറയുമ്പോഴേക്കും അറൌണ്ട് ഒരു 150 കിലോമീറ്റേഴ്സ് അവയാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ കോൺസെൻട്രേഷൻ പ്ലൂംസ് ഒക്കെ നമ്മളുടെ ഒരു കോസ്റ്റൽ ലൈനിലേക്ക് എത്തുമ്പോഴേക്കും വളരെ ഡൈല്യൂട്ടഡ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കടലിൽ വീഴുന്ന മെറ്റീരിയൽസ്, അതിൽ ടോക്സിക് മെറ്റീരിയൽസ് ഉണ്ട്. അത് കരയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രത്യേകത കടലിൽ എന്ന് വെച്ചാൽ കടലിൽ എപ്പോഴും കടൽ വേലിയേറ്റം വേലിയിറക്കം, അണ്ടർ കറൻസ് ഉണ്ട്, അടിയൊഴുക്കുണ്ട്, മോളിൽ കൂടെയുള്ള കറൻസ് ഉണ്ട്. ഇതൊക്കെ കൊണ്ട് കടലിൽ വീഴുന്ന എന്തൊരു സാധനവും ഡൈല്യൂട്ട് ചെയ്യപ്പെടും. അപ്പൊ ഡൈല്യൂട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ഒരു വളരെ ഹൈ കോൺസെൻട്രേഷനിൽ ഒരു ഓർഗാനിസത്തിൽ റീച്ച് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ പല സാധനങ്ങളും ഒരു ട്രോഫിക് ചെയിൻ, അതായത് നമ്മളെല്ലാവരും ഭക്ഷ്യ ശൃംഖലയിൽ കണക്റ്റഡ് ആണ്. ചെറിയ പ്ലവകങ്ങൾ തൊട്ട് കുഞ്ഞു മീനുകൾ തൊട്ട് വലിയ മീൻ തൊട്ട് മറ്റ് മനുഷ്യർ വരെ എല്ലാം കണക്റ്റഡ് ആണ്. അപ്പൊ ഈ ചെറിയ ഭക്ഷ്യ ശൃംഖലയിൽ കൂടി ഹൈ ടോക്സിസിറ്റിയിൽ ഒരു ഹ്യൂമൻ കൺസ്യൂമറിലോ ഇല്ലെങ്കിൽ ഹയർ ലെവൽ കൺസ്യൂമറിലോ എത്താനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. അത് പക്ഷെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അത് കുറച്ച് സമയം കൊടുത്തേ അത് ഡെവലപ്പ് ചെയ്യുള്ളൂ. പക്ഷെ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഇപ്പൊ തന്നെ അവിടെ കലർന്നിട്ടുള്ള സാമ്പിളുകൾ കൊടുത്താൽ തന്നെ എടുക്കേണ്ട അത്യാവശ്യമാണ്. എന്ന് വെച്ചാൽ കടലിൽ പെട്ടെന്ന് ഇത് ഡൈല്യൂട്ട് ചെയ്യപ്പെടും. അപ്പൊ ഈ ഡൈല്യൂട്ട് ചെയ്യപ്പെടുന്ന ഇമ്മീഡിയറ്റ് വിസിനിറ്റിയിൽ നിന്ന് സാമ്പിൾസ് കളക്ട് ചെയ്യണം. അതെന്താണ് അതിന്റെ ടോക്സിക് മെറ്റീരിയൽസ് എന്നുള്ളത് കണ്ടുപിടിക്കണം. അതിന് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അനലിറ്റിക്കൽ ടൂൾസ് ഉണ്ട്, LCMS എന്നൊക്കെ പറയുന്ന വളരെ അഡ്വാൻസ്ഡ് ടൂൾസ് ഉണ്ട്. അത് വെച്ച് ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ ലാബുകൾ, മത്സ്യ ഗവേഷണത്തിലും സമുദ്ര ഗവേഷണത്തിലൊക്കെ ഏർപ്പെട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഇന്ത്യക്ക് നല്ല കേപ്പബിലിറ്റി അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ അവര് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള സ്റ്റഡീസ് ഇനിഷ്യേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ കുറച്ച് നാൾ നമുക്ക് ശ്രീ മുഹമ്മദ് ഖത്ത, ഈ ഘട്ടത്തിൽ അതായത് ഏത് രീതിയിലാണ്, ഏത് സമയത്തേക്കാണ് ഈ ഇടപെടൽ നടത്തേണ്ടത്? ഇപ്പോൾ മുതൽ തന്നെ അതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കേണ്ടതുണ്ടോ? ഇപ്പോൾ താങ്കൾ കുറേയധികം ലാബുകളുടെയും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും പേര് പറഞ്ഞു. ഇതിൽ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന, ഇടപെടൽ നടത്താൻ കഴിയുന്ന ഭാഗം എവിടെയാണുള്ളത്? അതോ കേന്ദ്ര സർക്കാരിനാണോ ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്താൻ കഴിയുക? ഏറ്റവും പെട്ടെന്ന് തന്നെ അതിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടതുണ്ടല്ലോ നമ്മൾ. അത് മാത്രമല്ല ഈ പൊതുസമൂഹത്തിലേക്ക് കാര്യങ്ങൾ എപ്പോഴേക്കുമാണ് ബാധിക്കുക എന്നുള്ളത്, എത്ര കാലഘട്ടത്തിനുള്ളിൽ ഇത് പൊതുസമൂഹത്തിലേക്ക് എത്തും? അതായത് ഇതിന്റെ അകത്ത് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട, ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സാമ്പിൾ എടുക്കണം. ഇമ്മീഡിയറ്റ് ആയിട്ട് സാമ്പിൾ എടുത്തില്ലെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ രീതിയിൽ ഇത് ഡൈല്യൂട്ട് ചെയ്യപ്പെടുകയും ചിലപ്പോൾ സാമ്പിൾസിന്റെ അകത്ത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത ലോ ലെവൽ കോൺസെൻട്രേഷനിലേക്ക് പോകാം. പക്ഷെ ഫുഡ് ചെയിനിൽ
0.1 ppm ആണെങ്കിൽ ഒരു മനുഷ്യനിലെത്തുമ്പോൾ ചിലപ്പോൾ അത് 1000 ppm വരെ ആകാം. അപ്പൊ അതുകൊണ്ട് ഇമ്മീഡിയറ്റ് കോൺസെൻട്രേഷൻ എന്താണ് എന്തൊക്കെയാണ് ഇത് മനുഷ്യനിലും ഇതിലും ടോക്സിസിറ്റി ഉണ്ടാക്കുന്ന ഇല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ലിറ്ററേച്ചർ അവൈലബിൾ ആയിരിക്കും. ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളെ കുറിച്ചുമുള്ള റിസർച്ചും ഗവേഷണവും ലിറ്ററേച്ചറും അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇത് ആദ്യം ഇതെന്താണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ അതിനെ ലിറ്ററേച്ചർ വെച്ചിട്ട് ഇത് ടോക്സിക് ആയിട്ട് മനുഷ്യനെ റീച്ച് ചെയ്യാൻ ബിൽഡപ്പ് ചെയ്യാൻ സാധ്യതയുള്ളതാണെങ്കിൽ അതിന് എത്ര ടൈം എടുക്കും എന്നുള്ളത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സ്റ്റഡീസും അതിന്റെ മോഡൽസ് ഒക്കെ ഉണ്ട്. പല മോഡൽസും ഉണ്ട്. എങ്ങനെ ബിൽഡപ്പ് വരാം, എത്ര സമയം കൊണ്ട് ബിൽഡപ്പ് വരാം, അതെല്ലാം കേപ്പബിലിറ്റീസ് ആണ്. ഇപ്പൊ കേരളത്തിൽ തീർച്ചയായും താങ്കൾ പറഞ്ഞു വരുന്നത് വ്യക്തമാണ്. അത് ചെറുതായി ഓഡിയോ കട്ടാവുന്നുണ്ട്, യാത്രയിലാണെന്ന് മനസ്സിലാക്കുന്നു. ഒരിക്കൽ കൂടി അവസാനമായി ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഇനി നമുക്ക് ഈ സമാനമായ പൂർവ്വകാല ചരിത്രം ഇക്കാര്യത്തിൽ ഉണ്ടോ? അതായത് നമുക്ക് സമീപ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ ഉണ്ടായതിൻ്റെ നിന്ന് നമുക്കൊരു ഉദാഹരണം എടുത്ത് അവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തെങ്കിലും അങ്ങേക്ക് ഒരു എക്സാമ്പിളായി പറയാനുണ്ടോ? ഓക്കെ, ഇതിന്റെ അകത്ത് പറയാവുന്നത് ആക്ച്വലി മെറീൻ പൊല്യൂഷനിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഇല്ലെങ്കിൽ ഏറ്റവും ഗുരുതരമായിട്ട് കാണപ്പെടുന്നത് എപ്പോഴും ഓയിൽ പൊല്യൂഷനും ഓയിൽ പൊല്യൂഷന്റെ കേസിൽ എന്ന് വെച്ചാൽ ഓയിൽ ഫ്ലോട്ട് ചെയ്യുന്ന ഓയിൽ എയറിൽ നിന്നുള്ള ഇന്ററാക്ഷൻ കട്ട് ചെയ്യും. താഴേക്ക് സിങ്ക് ചെയ്യുന്ന ഓയിൽ താഴെയുള്ള ജീവികളുടെ മേലിൽ വീണിട്ട് അതിനെല്ലാം കൊന്നുകളയും. പിന്നെ അത് ഗ്രാജുവലായിട്ട് സീബേഡ്സിനെ അഫക്ട് ചെയ്യും. അപ്പൊ ഓയിലാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ. മറ്റ് സാധനങ്ങളിൽ ഇന്റർനാഷണൽ പലപ്പോഴും വളരെ ഡീപ്പായിട്ടുള്ള 1000 meters 2000 meters ചാനൽസിലാണ് ഇത് സിങ്ക് ചെയ്തു പോവുക. അവിടെ നിന്ന് ഒരു റിട്രീവിങ്ങും ഒന്നും നടത്തുന്നില്ല. സിംപ്ലി കടലിന്റെ ഒരു ഇനോർമസ് വോളിയം വെച്ചിട്ട് അത് ഡൈല്യൂട്ട് ചെയ്യപ്പെടുകയും അതിൽ നിന്ന് വലിയ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസിലേക്ക് മനുഷ്യരെ എത്താതിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾക്കുള്ള കൺസേൺ വെച്ചാൽ നമുക്ക് കോസ്റ്റ്. ശരി, വളരെയധികം നന്ദി ശ്രീ ഡോക്ടർ മുഹമ്മദ് ഖത്ത ഈ അവസരത്തിൽ നമ്മളോട് സംസാരിച്ചു. അദ്ദേഹമായിട്ടുള്ള ടെലിഫോൺ ലൈനിൽ ചെറിയ സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം യാത്രയിലാണെങ്കിൽ പോലും നമ്മളോട് വിവിധങ്ങളായ കാര്യങ്ങൾ പറയുകയായിരുന്നു. കുസാറ്റ സ്കൂൾ ഓഫ് മറൈൻ സയൻസിലെ മുൻ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ മുഹമ്മദ് ഖത്ത. എന്നാണെങ്കിലും ഏറ്റവും പുതിയ അപ്ഡേഷൻ പ്രകാരം ഇപ്പോഴും 15 ഡിഗ്രിയോളം കപ്പൽ നിലവിൽ ചരിഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോഴും അതിൽ നിന്ന് വലിയ രീതിയിലുള്ള തീ ആളിപ്പടരുന്നതും കത്തുന്നതുമായ സാഹചര്യം തന്നെയാണുള്ളത്. കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിക്കുന്ന സാഹചര്യമുണ്ട്. തീയോ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളോ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോഴും ഉള്ളത്.